ഏതൊരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഫണ്ട് റോളിംഗ് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഫണ്ട് റോളിംഗ് അതിന് ബെസ്റ്റ് പരിഹാരമുള്ള വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണിട്ടോ. സഫീർ, നമ്മളിപ്പോൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പോൾ നമ്മൾ ബിസിനസിന്റെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു, അവസരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിൽ ആളുകൾ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ കടമായിട്ടും ലോൺ എടുത്തിട്ടൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ അവർക്ക് ഇപ്പോൾ പോകുന്ന ലെവലിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം അവർക്ക് ബിസിനസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എല്ലാ ഫണ്ടൊക്കെ റോൾ ചെയ്തിട്ട് അവര് ഇപ്പൊ ഇങ്ങനെ ഒരു രണ്ടും കിടന്നതിൽ നിൽക്കായിരിക്കും, അങ്ങോട്ടോ അങ്ങോട്ടോ ഇല്ലാതെ. അവർക്ക് കറക്റ്റ് ബിസിനസിന്റെ ട്രാക്ക് ഉണ്ട്, പക്ഷെ അവർക്ക് ഫണ്ടാണ് ഇഷ്യൂ. അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഇതേ സ്റ്റേജിൽ ഞാൻ ഒരുപാട് കാലം നിന്നൊരു മനുഷ്യനാണ്. അതെ, അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഫണ്ട് തരാന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ കയ്യിലുള്ള ഫണ്ട് മൊത്തത്തിലോട്ട് ഇട്ട് കഴിഞ്ഞു. ലാസ്റ്റ് നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ആളെ എന്ത് ചെയ്യും, തരാത്ത പ്രശ്നങ്ങളും പല വിഷയങ്ങളും ഞാനാകെ ഒരുപാട് ലോക്കൽ മനസ്സിലായി. കുറച്ച് കാലമായിട്ട് നമ്മൾ ഈ ഇമ്പോർട്ടിംഗ് മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പല ആളുകളും ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഫണ്ടിങ്ങിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പറയാന്ന് വെച്ചാല് ഈ ഫണ്ടിങ് നമുക്ക് പ്രോപ്പർ നമ്മൾ ചെയ്യുന്ന ബിസിനസ് പക്ക ജെന്യൂനായിട്ട് GSTയും കാര്യങ്ങളും അതേപോലെ ഓഡിറ്റിങ് വരെയുള്ള പ്രോപ്പർ ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫണ്ട് കിട്ടാനുള്ള. അത് നമ്മൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫണ്ട് വാങ്ങും. ഫണ്ട് വാങ്ങിയിട്ട് നമ്മൾ ഒരു മാസമോ 2 മാസങ്ങൾക്ക് പൈസ വൈകി കൊടുക്കുക, പ്രോഫിറ്റ് കൊടുക്കാൻ വൈകി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കും. അത് വലിയ എമൗണ്ട്, 1,00,000, 1,500, 2,000, 3,000 ഒരാൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും എൻ്റെ അഭിപ്രായത്തിൽ പ്രോപ്പർ ബിസിനസ് കയ്യിലുണ്ടെങ്കിൽ ഒരു ഫണ്ട് ഒരാളോട് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമ്മളെ കയ്യിലുണ്ട്. നമ്മളെ കയ്യിൽ നിന്നല്ല, ഞാൻ ഉപയോഗിച്ച ഒരു മാർഗം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം എല്ലാവരും ഇപ്പം ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ അവൻ്റെ ഒരു ആഗ്രഹം ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത്. അത് കണ്ടിട്ടാണ് എല്ലാവരും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 80-70% ലെവലിലെത്തുമ്പോൾ എന്താവും, ഇത് രണ്ടും കിടന്നില്ലല്ലോ. കാരണം നമ്മുടെ അടുത്തുള്ള ഫണ്ട് കൊണ്ട് നമ്മൾ സാധനം ഇറക്കും, അത് കുറച്ച് കൊടുക്കുമ്പോൾ അവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും, പല ആളുകളുടെ അടുത്ത് കുറച്ച് കൊടുക്കും. പിന്നെ മൂന്നാമത് മെറ്റീരിയൽ എടുക്കാൻ ഫണ്ട് ഉണ്ടാവില്ല. പല പ്രശ്നമായിട്ട് ഒരു ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഇത് മനസ്സിലാവുകൊണ്ട് പറഞ്ഞതാണ്, ഫണ്ട് പ്രോപ്പർ ബിസിനസ് നമുക്ക് ടേൺ ഓവറുള്ള ഒരാളാണെങ്കിൽ അത്യാവശ്യം ടേൺ ഓവറുള്ള ആളുകൾ കേട്ടത് പറഞ്ഞിട്ട് ഒന്നും നോക്കണ്ട. നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. കാരണം ഒന്നാന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഫണ്ടിങ് തരാൻ ഒരുപാട് ബാങ്കുകളുണ്ട്. ഇപ്പോൾ ആളുകൾ വിചാരം ഈ ബാങ്കുകൾ നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ എന്താണോ നമ്മൾ പ്രോപ്പർട്ടി കൊടുത്താലേ കിട്ടുള്ളൂ എന്നൊരു മെന്റാലിറ്റി ഉള്ള ഒരു ആൾക്കാരായിരുന്നു. ഇപ്പൊ ഞാനും അത് തന്നെയായി വിചാരിച്ചിരുന്നത്. നമ്മൾ പ്രോപ്പർട്ടി വെച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സമയത്ത് എടുത്തു, പിന്നെ നമുക്ക് മുന്നോട്ടാണ് ലോണും കാര്യങ്ങളും ബാങ്ക് പോകുമ്പോൾ, കാരണം ഉള്ള വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞല്ലോ. അപ്പം പ്രോപ്പർ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മാർഗങ്ങൾ നമ്മളല്ല ടോട്ടലി പക്ക ഒരുപാട് മാർഗങ്ങൾ നമുക്ക് ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. കാരണം ബാങ്കുകളും കാര്യങ്ങളും പല മേഖലകളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടായി ഇടങ്ങേറായി നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജ് തരും. നമ്മൾ നമ്പർ അങ്ങനെ താഴെ കൊടുക്കുക, എന്ത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫണ്ട് കിട്ടാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ മെസ്സേജ് അടിച്ചാൽ മതി, നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഈ സ്റ്റേജ് ഒരു കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ ഒരു ബിസിനസിന്റെ എന്ന് പറഞ്ഞാൽ അയാളെ ഒരു ജീവിതത്തിലെ ഇത് പരാജയപ്പെട്ടാൽ ചിലപ്പോൾ ആ ആളുകൾക്ക് ഒരിക്കലും അത് റിക്കവർ ആകാൻ കഴിയൂല. കാരണം അത്രയും 5-10 കൊല്ലമൊക്കെ ആയിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഞാൻ ഉണ്ടെങ്കിൽ നമ്പർ നമ്മൾ താഴെ തരാം. ഫണ്ടിങ് ഉണ്ടാക്കും, പ്രോപ്പർ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫണ്ട് ഉണ്ടാക്കുന്ന ഓപ്ഷൻസ് നമ്മൾ ഇഷ്ടം പോലെ. ഇതെന്താന്ന് വെച്ചാല് സാധാരണ ആളുകൾ ഇപ്പോ പെട്ടെന്ന് തന്നെ ആരെങ്കിലും അത്യാവശ്യം പൈസ ഉള്ള ആളുകളുടെ അടുത്തുനിന്നോ ഇപ്പൊ പുറത്ത് ഗൾഫ് പോയി വന്ന ആളുകളുടെ അടുത്തുനിന്നൊക്കെ തൽക്കാലം ഫണ്ട് വാങ്ങിയിട്ട് ഒരു മാസം എത്ര തരാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ നാട്ടിൽ പോകുന്നവരൊരു അതിന്റെ ഷെയർ ഉള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ പകുതിന്റെ ആണ്, അല്ലെങ്കിൽ അതിന്റെ സ്ഥാപനമാണ് എന്നുള്ള നിലക്ക് ഇത് A to Z സ്റ്റാർട്ടിങ് മുതൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ. കാരണം വെച്ചാല് നമ്മളിപ്പോ നാട്ടിൽ ചിലപ്പോ ആ ബിസിനസ് തുടങ്ങാൻ ഒരു കോടിക്കാരെ പുള്ളിന്റെ ബഡ്ജറ്റ് ഉണ്ടാകും. ഇപ്പൊ 1, 2, 3 ലക്ഷം നാട്ടിൽ നിന്ന് അടങ്ങി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ പറയും ഇതെന്റെ സ്ഥാപനമാണ്, ഇത്ര കാശിൻ്റെതുണ്ട്, അത്ര കാശിൻ്റെതുണ്ട്. അതൊന്നും ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ അറിയില്ല പൈസ വാങ്ങിയത്. പക്കയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ പൈസ എടുക്കുമ്പോഴാണുള്ള മനസ്സമാധാനം പോവുക. അതെ, കാരണം ഈ ആളെ പൊലിച്ചൊക്കെ വീട്ടിൽ തരുന്നത് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ 1-ാം തീയതി ആകുമ്പോൾ അയാൾ രാവിലെ നമ്മളെ സ്ഥാപനത്തിന് മുമ്പിൽ അങ്ങനത്തെ ആളുകൾക്കാണ് ഞാൻ പറഞ്ഞ കാറ്റുള്ളത്. പിന്നെ എന്ന് വെച്ചാല്
ഈ വീഡിയോ കാണുമ്പോൾ പ്രത്യേകം പറയണേ, ഈ പൈസ ഞാൻ എടുത്തിരുന്നല്ല, മാനങ്ങൾ നമ്മൾ പറഞ്ഞത്. കാരണം ഞാൻ ആ മാനം റിക്കവർ ചെയ്ത് വന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് കറക്റ്റായിട്ട് ഏതൊക്കെ മേഖലയിലൂടെ ഫണ്ട് കിട്ടും എന്നുള്ള കറക്റ്റായിട്ട് കാര്യമാണ് എനിക്കറിയാം. ഞാൻ ഒരുപാട് ആളുകൾക്ക് ചെയ്തു കൊടുത്തു. എനിക്ക് അറിയുന്ന എന്റെ ഫ്രണ്ട്സായ ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഞാൻ ഇത് ചെയ്തു കൊടുത്തിട്ട് അവർ അടിപൊളിയായിട്ട് ചെയ്തു പോകുന്നുണ്ട്. നല്ല സക്സസ് ആയ സൂപ്പർ ആൾക്കാരുണ്ട്. ഒരുപാട് ആ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കുണ്ടല്ലോ ഒരു നമ്മൾ വികാരമായി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഹെൽപ്പ് കിട്ടുക പറഞ്ഞാല് ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരണം വരെ ഒരിക്കലും നമ്മൾ മറക്കൂല. കാരണം അയാള് ആ വിജയത്തിന്റെ 100% നമ്മൾ ഏത് സമയത്ത് നമ്മൾ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതേപോലെ ബുദ്ധിമുട്ടാവുന്ന ഏതെങ്കിലും ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അതിന്റെ റൂട്ട് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഫണ്ട് കൊടുക്കുക, നമ്മളൊരാളുടെ ഫണ്ട് വാങ്ങിയ ഒന്നുമല്ല. നിങ്ങൾ ആരുടെ അടുത്ത് വാങ്ങണ്ട, മാർഗം നമ്മൾ പറഞ്ഞുതരാം. ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. പ്രോപ്പർ ബിസിനസ് ആയിരിക്കണം. സിവിൽ വേണം, പ്രോപ്പർ ആയിട്ടുള്ള ഓഡിറ്റിംഗ് വേണം, പിന്നെ എല്ലാ GST കാര്യങ്ങളൊക്കെ പക്കായിട്ടുള്ള ഓഡിറ്റഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റും CA ഓഡിറ്റഡ് ഒക്കെ ഉള്ള പേപ്പറുള്ള ആളുകൾക്കാണെങ്കിൽ ഇഷ്ടം പോലെ മാർഗം നമ്മൾ നാട്ടിലുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കൊടുക്കില്ല കേട്ടോ. കാരണം നമുക്ക് വാങ്ങി തരാനുള്ള അതിലൊരു ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ.